നമസ്കാരം. 9ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ലിസൺ ടു ദ മൗണ്ടെയിൻ എന്നുള്ള ആ ഒരു ചാപ്റ്റർ ആണ്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എഴുതിയിരിക്കുന്നത് കാവേരി നമ്പീശൻ ആണ്. അപ്പം ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ചാപ്റ്ററിലേക്ക് തന്നെ കടക്കുകയാണ്. ആദ്യമേ അറിയണം പോയറ്റിനെ പറ്റി, ആരാണ് എഴുതിയിരിക്കുന്നത്, ആരാണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണം. ആരാണ് കാവേരി നമ്പീശൻ? വാസ് an Indian novelist born in Palangala village in South Kodagu, കർണാടക. അപ്പോൾ കർണാടകയിലാണ് അവർ ജനിച്ചത്. ഇൻ എ ഫാമിലി ഓഫ് പൊളിറ്റീഷ്യൻസ് ആണ് ഫാമിലിയിൽ കൂടുതലും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. സ്റ്റഡീഡ് മെഡിസിൻ ആണ് പഠിച്ചത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇംഗ്ലണ്ടിൽ പഠിച്ച കാര്യം, അതുപോലെ കുറേ ഡീറ്റെയിൽസ്. നമുക്ക് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു എസ്സേയോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ. അപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ആളെ പറ്റി പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്കൊന്ന് നോക്കി വയ്ക്കാം. ബാക്കി നമുക്ക് ചാപ്റ്ററിലെ കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പം നേരിട്ട് തന്നെ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. എന്താണ് റീഡ് ആൻഡ് റിഫ്ലെക്റ്റിൽ തന്നിരിക്കുന്നത് നോക്കിയേ. ദ എർത്ത് ഈസ് ബ്ലെസ്ഡ് വിത്ത് നാച്ചുറൽ റിസോഴ്സസ് ബട്ട് ദേ ആർ ബീയിങ് എക്സ്പ്ലോയിറ്റഡ് ഇൻ എ കെയർലെസ് ആൻഡ് സെൽഫ്ലെസ് മാനർ. ആർ വി നോട്ട് ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊട്ടക്ട് അവർ മദർ എർത്ത്? ലെറ്റ് us read a play. എന്താണ്? ദ എർത്ത് ഈസ് ബ്ലെസ്ഡ് വിത്ത് നാച്ചുറൽ റിസോഴ്സസ്. ഇല്ലേ, വളരെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ട് അനുഗ്രഹീതമാണ് നമ്മുടെ എർത്ത് അല്ലേ. മലകളും പുഴകളും അരുവികളും മരങ്ങളും കാടുകളും ഒക്കെ ആയിട്ട് ബ്ലെസ്ഡ് ആണ്. ബട്ട് ദേ ആർ ബീയിങ് എക്സ്പ്ലോയിറ്റഡ് ഇൻ എ കെയർലെസ് ആൻഡ് എ സെൽഫിഷ് മാനർ. നമ്മൾ മനുഷ്യന്മാരെ തന്നെ പറഞ്ഞാൽ മതി. മനുഷ്യന്മാരാണ് കൂടുതലും ഇതിനെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത്. എങ്ങനെയാ? ഒരു ശ്രദ്ധയില്ലാതെ, അശ്രദ്ധമായിട്ടും അതുപോലെ തന്നെ സെൽഫിഷ് ആയിട്ടും. എനിക്ക് ജീവിക്കണം, എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഭൂമിയെ നശിപ്പിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ചിന്തയോടുകൂടി ഭൂമിയെ നശിപ്പിക്കുന്നത് എപ്പോഴും നമ്മൾ തന്നെയാണ്. ആർ വി നോട്ട് ഡ്യൂട്ടി ബൗണ്ടഡ് ടു പ്രൊട്ടക്ട് അവർ മദർ എർത്ത്? എന്താ നമുക്ക് ഒരു എന്താണ് ഇതില്ലേ? നമ്മുടെ മദർ എർത്തിനെ, നമ്മളുടെ അമ്മയാണല്ലേ ഭൂമി, ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്കൊരു ഡ്യൂട്ടി, നമുക്കത് ചെയ്യേണ്ടുന്ന കടമയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലെറ്റ് us read a play. ഇവിടെ ഒരു പ്ലേ തന്നിട്ടുണ്ട്, നമുക്കത് വായിക്കാം. എന്താണ് ക്യാരക്ടേഴ്സ്? എത്ര പേരുണ്ട്? ഗ്രാൻഡ് മദർ, നാരായൺ എന്ന് പറയുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്. രമണ ടീ ഷോപ്പ് ഓണർ. ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ അവരൊക്കെ വില്ലേജ് മെൻ ആണ്. സാഗർ ബിൽഡിംഗ് കോൺട്രാക്ടർ ആണ്. ദീക്ഷിത് മില്ലനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്. ഈ പ്ലേ എവിടെയാണ്? ഒരു ഗ്രാമ പശ്ചാത്തലത്തിലാണ്. ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്, ട്രീസ് ആൻഡ് എ റിവർ ഡെപ്പിക്റ്റിംഗ് എ നാച്ചുറൽ കൺട്രി സൈഡ് വ്യൂ. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയുണ്ട്? മലകളുണ്ട്, മരങ്ങളുണ്ട്, നദിയുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു നാട്ടിൻപുറ ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. Scene 1 and 4 are enacted in front of the curtain. ഒന്നാമത്തെ സീനും നാലാമത്തെ സീനും കർട്ടന്റെ മുമ്പിൽ വെച്ചാണ് അവതരിപ്പിക്കുന്നത്. The curtain rises for scene 2, 3 and 4. രംഗം 2നും 3നും 5നും ആവുമ്പോൾ കർട്ടൻ ഉയർന്ന് കാണിക്കും. ബാക്കി 2 സീനും കർട്ടന്റെ മുന്നിലാണ് അവതരിപ്പിക്കുന്നത്. സീൻ 1 നോക്കിക്കോളൂ, ഒന്നാമത്തെ രംഗമാണ്. Grandmother appears from stage right, hobbles to the center in front of the curtain and speaks to the audience in a slow, deliberate voice. അപ്പൊ ആദ്യം ആര് വരുന്നു? സ്റ്റേജിന്റെ വലതുവശത്ത് നിന്ന് മുത്തശ്ശി പ്രത്യക്ഷപ്പെടുന്നു. എങ്ങനെയാ വരുന്നത്? വേച്ച് സ്റ്റേജിന്റെ നടുവിൽ എത്തുന്നു. എന്നിട്ട് കർട്ടന്റെ മുൻപിൽ വന്ന് സാവധാനത്തിൽ പെതുക്കെ സ്ലോ മോഷനിൽ വന്നിട്ട് എങ്ങനെ സംസാരിക്കുന്നു? ഉറച്ച ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. എന്താ പറയുന്നത്? ഗ്രാൻഡ് മദർ പറയുകയാണ്, ഐ ആം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഞാനൊരു മുതുമുത്തശ്ശിയാണ്. ഐ വാസ് ബോൺ അറ്റ് ദ ടേൺ ഓഫ് ദ സെഞ്ചുറി വെൻ there were no motor cars, no aeroplanes, no television, no movies and much less noise. അവിടം വരെ നോക്കാം. അപ്പൊ എന്താണ് ഞാൻ ജനിച്ച ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എവിടെയാ? നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് എൻ്റെ ജനനം. അന്ന് എന്തൊക്കെ ഇല്ല? അന്ന് കാറില്ല, വിമാനങ്ങളില്ല, ടെലിവിഷൻ ഇല്ല, സിനിമയില്ല. അതുകൊണ്ട് തന്നെ ഒച്ചയും ബഹളവും ഒന്നും ഇല്ല. ഇത്രയും പറഞ്ഞ് നിശബ്ദത. പോസ്, കുറച്ച് നിർത്തുന്നു. നിശബ്ദതയാണ്. ഐ വാസ് ബോൺ ഹിയർ, ഗ്രൂ അപ്പ്, മാരീഡ്, ഹാഡ് മൈ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. അപ്പൊ എന്താ? ഞാൻ ഇവിടെയാണ് ജനിച്ചത്, വളർന്നത്, വിവാഹിതയായത്, കുട്ടികൾ ഉണ്ടായത്, പിന്നെ പേരക്കുട്ടികളുണ്ടായി, പേരക്കുട്ടികളുടെയും മക്കളുണ്ടായി. അതൊക്കെ ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇവിടെയാണ് ജീവിച്ചത്. ഹിയർ ഇൻ ദിസ് വില്ലേജ് ഓൺ ദ സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി. എവിടെയാണ് ഞാൻ ജനിച്ചത്? ഈ ഒരു ഗ്രാമത്തിൽ. ഈ ഗ്രാമം എന്താ? ധർമ്മഗിരിയുടെ ചരിവുകളിലാണ് ഞാൻ ജനിച്ച് വളർന്നത്.
The river, trees, flowers, birds and animals are all my friends. അപ്പൊ ഇവിടെയുള്ള എന്തൊക്കെയാണ്? ട്രീകളും അതുപോലെ ഫ്ലവേഴ്സ്, ബേർഡ്സ്, ആനിമൽസ്, ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ് ബട്ട് എ ഹാപ്പി വൺ. എനിക്ക് എന്തായിരുന്നു? ഇച്ചിരി ദുർഘടമായ ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എന്തുണ്ടായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു. പോസസ്, അവിടെയും നിശബ്ദത. നൗ ഐ ആം ഓൾമോസ്റ്റ് 90. എനിക്കിപ്പോൾ ഏകദേശം എത്ര വയസ്സുണ്ട്? 90 വയസ്സ് ഉണ്ട്. മൈ ഗ്രാൻഡ് സൺ നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. എൻ്റെ കൊച്ചുമോൻ നാരായണൻ ഇപ്പോൾ ആരാ? സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അവൻ എൻ്റെ അടുത്തേക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസുമായിട്ട് വന്നു. പോസസ്, അവിടെ നിശബ്ദത. ഷാൾ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്? ഞാൻ പറയട്ടെ അത് എന്താണെന്ന്? വെയിറ്റ്, നിൽക്കൂ. ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. ഷീ ഹോബിൾസ് ഓഫ് ദി സ്റ്റേജ്. അപ്പോൾ എന്താണ്? ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണ്? നിങ്ങളത് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങളൊന്ന് കാണും. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കാണുന്നതാണ്. ഷീ ഹോബിൾസ് ഓഫ് ദി സ്റ്റേജ്. അവർ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വേച്ച് പോകുന്നു. എൻറ്റർ നാരായൺ ഫ്രം വൺ സൈഡ് ഓഫ് ദി സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം ദ അതർ. ദേ മീറ്റ് സെൻറ്റർ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ. അപ്പോൾ ആര് പോയി? മുത്തശ്ശി പോയി. ഇത് സീൻ 1 ആണ്. ഇതെല്ലാം സീൻ 1 ഭാഗമാണ്. അപ്പോൾ മുത്തശ്ശി പോവുകയാണ്. പിന്നെ അടുത്തത് ആര് വരികയാണ്? നാരായൺ വരുന്നു. ഒരു വശത്ത് നിന്ന് നാരായൺ, മറുവശത്ത് നിന്ന് ആര് വരുന്നു? സാഗർ വരുന്നു. ഇവർ രണ്ടുപേരും എവിടെ വെച്ച് കണ്ടുമുട്ടുന്നു? സ്റ്റേജിന്റെ മധ്യഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു. നാരായൺ, ഇപ്പൊ നാരായൺ എന്ത് പറയുക? വെൽക്കം ടു അവർ വില്ലേജ്, ഐ ആം ദി സ്കൂൾ ഹെഡ് മാസ്റ്റർ. അപ്പൊ നാരായൺ ആരോടാ? സാഗറിനോടായിരിക്കും അല്ലേ പറയുക. വരൂ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരൂ, ഞാനാണ് ഇവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. സാഗർ ഫ്രം ബാംഗ്ലൂർ, പ്ലീസ് ടു മീറ്റ് യു. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ സാഗർ ആണ്. എവിടെ നിന്നാണ് വരുന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ്. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. നാരായൺ, വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ? അപ്പോൾ ഒരു കപ്പ് കാപ്പി കുടിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. രാമണ്ണാസ് ടീ ഷോപ്പ് ഇസ് ജസ്റ്റ് അക്രോസ് ദി റോഡ്, പ്ലീസ് കം. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറത്ത് ആരുടെ ചായക്കടയുണ്ട്? രാമണ്ണയുടെ ചായക്കടയുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകാൻ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ സാഗർ എന്ത് മറുപടി പറയുന്നു? താങ്ക് യു ദേ ലിവ് ടുഗദർ. അപ്പം നന്ദി പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അടുത്തത് സീൻ 2 ആണ്. സീൻ 2 എവിടെ നിന്നാ പറഞ്ഞത്? കർട്ടൻ ഉയർന്നു പൊങ്ങുന്നു. ഇനി അപ്പോൾ കർട്ടൻ റൈസസ്, കർട്ടൻ ഉയരുന്നു. സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്, സ്മോൾ cheerful hotel with 2 tables and several chairs. Transistor radio on Ramanna's counter. Light, film music blaring. Conversation opens, music fades. എന്തൊക്കെയാ പറയുന്നത്? കർട്ടൻ ഉയരുന്നു. അപ്പോഴേക്കും സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്. അപ്പൊ രാമണ്ണയുടെ ചായക്കടയാണ് കാണിക്കുന്നത്. സ്മോൾ ആണ്, വളരെ ചെറുതാണ്, വളരെ ചിയർഫുൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അതിൽ എന്തൊക്കെയുണ്ട്? 2 ടേബിൾ ഉണ്ട്, അതുപോലെ കുറച്ച് കസേരകളുണ്ട്. പിന്നെ എന്തുണ്ട്? ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ടല്ലേ. ട്രാൻസിസ്റ്റർ റേഡിയോ അന്ന് ഉണ്ടായിരുന്ന ട്രാൻസിസ്റ്റർ റേഡിയോ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ഫിലിം മ്യൂസിക്, ചെറിയ രീതിയിലുള്ള ചലച്ചിത്ര ഗാനം, പതിഞ്ഞ സ്വരത്തിലുള്ള ചലച്ചിത്ര ഗാനം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. കോൺവെർസേഷൻ ഓപ്പൺസ്, അപ്പോഴേക്കും സംഭാഷണം ആരംഭിക്കുമ്പോഴേക്കും മ്യൂസിക് ഫെയ്ഡ്സ്. എന്താണ്? പാട്ട് റേഡിയോയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പാട്ട് അങ്ങ് മങ്ങുന്നു. സാഗർ, അപ്പൊ സാഗറാണ് ആദ്യം പറയുന്നത്. ഇരിക്കുകയാണ് സാഗർ. സിറ്റിംഗ്, ഇരിക്കുന്നു. യെസ് താങ്ക് യു, ഐ വിൽ ഹാവ് ടീ. അപ്പൊ എന്താണ്? നന്ദിയുണ്ട്, എനിക്ക് എന്ത് വേണം? ഒരു ചായ. മൂവ്ഡ് ഇൻ ടു ദി വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ യു നോ. അപ്പൊ എന്താണ്? ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഗ്രാമത്തിലേക്ക് വന്നത് എന്ന് പറയുന്നു. റെന്റഡ് എ ഹൗസ് ബിയോണ്ട് ദി മാർക്കറ്റ് പ്ലേസ്. ഞാൻ മാർക്കറ്റിന്റെ അടുത്തായിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ബിഗ് പ്രിമിറ്റീവ് ബട്ട് ഇറ്റ് വിൽ ഡു. ഇതെങ്ങനെയുള്ളതാണ്? കുറച്ച് പഴകിയ ഒരു വീടാണ്, പക്ഷേ കുഴപ്പമില്ല, അത് മതി. ലോഫ് ചിരിക്കുന്നു. ഐ ആം ഓൺലി ഹിയർ ഫോർ 6 months. താങ്ക് ഗുഡ്നസ്. എന്താണ്? ഞാനിവിടെ ഒരു 6 മാസത്തേക്കേ ഉണ്ടാകത്തുള്ളൂ. അത് മതി, ഭാഗ്യം എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പൊ രാമണ്ണ എന്ത് പറയുന്നു? ക്യൂരിയസ്ലി, ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. വൈ 6 months? 6 മാസത്തേക്കോ? ഹാവ് യു കം ഓൺ എയർ ബിസിനസ് എന്ന് ചോദിക്കുന്നത്. എന്താണ്? നിങ്ങളിവിടെ ബിസിനസ്സിന് വന്നതല്ലേ എന്ന്, ബിസിനസ്സിനായി വന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സാഗർ എന്ത് മറുപടി പറയുന്നു? വിത്ത് എ സ്നീർ. എന്താ? പരിഹാസത്തോടു കൂടി എന്താ പറയുന്നേ? Yeah, why will I come to sleep a little dumb like this if not for business? എന്താണ്?
അതെ, പിന്നെ അല്ലാതെ ഈ ഉറക്കം തൂങ്ങിയ ഈ ചവറ് പോലത്തെ സ്ഥലത്തേക്ക് ഞാൻ പിന്നെ എന്തിനാ വരുന്നത്? എന്താ, ഗ്രാമപ്രദേശമാണല്ലേ, അവര് ബാംഗ്ലൂരിലെ സിറ്റിയിലെ പോലത്തെ ഒരു ഉന്മേഷമൊന്നും അവിടെ ഇല്ല. പക്ഷേ ശരിക്കും ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് അറിയാമല്ലേ അതിന്റെ ആ ഒരു സുഖം. അപ്പൊ ഇവർക്ക് അത് അറിയത്തില്ല. അവരെന്താ പറയുന്നത്, ഇതൊരു ഉറക്കം തൂങ്ങിയ സ്ഥലമല്ലേ, ചവറ് പോലത്തെ സ്ഥലം, ഇവിടൊക്കെ ഞാൻ എന്ത് ചെയ്യാനല്ലാതെ ബിസിനസ്സിന് തന്നെ വന്നത് എന്ന് പറയുന്നു. വി ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ഹിയർ, എ 5-star ഹോട്ടൽ. എന്താണ്, ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ പണിയാൻ പോകുക. ഹോട്ടലാണ്, എങ്ങനത്തെയാ? 5-star ഹോട്ടലാണ് ഞങ്ങളിവിടെ പണിയാൻ പോകുന്നത്. അപ്പൊ രാമണ്ണ എന്ത് പറയുക, സെർവിങ് ടീ, ചായ നൽകിക്കൊണ്ട് തന്നെ പറയുക, ആ 5-star ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ്. 5-star ഹോട്ടലോ, ഇവിടെയോ, ഞങ്ങളുടെ വില്ലേജിലോ എന്ന് ചോദിക്കുന്നു. സാഗർ പ്രൗഡ്ലി, സാഗർ എന്താ അഭിമാനത്തോടു കൂടി പറയുക, a fabulous multi-storied hotel, 300 rooms, shopping complex, swimming pool, health club, video, the works. എന്തൊക്കെയുണ്ട്? അതേ, ഒരു വിസ്മയകരമായ ഹോട്ടലാ, ബഹുനില ഹോട്ടലാണ്. എത്ര മുറിയാ? 300 മുറികളുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഹെൽത്ത് ക്ലബ് ഉണ്ട്, വീഡിയോ ഉണ്ട്, അങ്ങനെ അങ്ങനെ പോകുക എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. നാരായൺ സർപ്രൈസ്. അപ്പൊ നാരായണൻ അത്ഭുതം, ആശ്ചര്യത്തോടെ എന്ത് ചോദിക്കുക, ബട്ട് ours is a small village. പക്ഷെ ഞങ്ങളുടേത് ഒരു ചെറിയ വില്ലേജ് അല്ലേ. only 500 people live here. ഇവിടെ ആകെ 500 പേരെ താമസിക്കുന്നുള്ളൂ. what will we do with a hotel that has 300 rooms? 300 മുറികളുള്ള ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? 500 പേരേ ഉള്ളൂ. മൊത്തം ഒരു ഹോട്ടലിന് 300 മുറി, ഇവിടെ ആകെ താമസിക്കാൻ ഈ നാട്ടിൽ മൊത്തം 500 പേരേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ സാഗർ അഡ്രസ്സിങ് ദ ഓഡിയൻസ്. അപ്പം ഓഡിയൻസിനെ നോക്കി സാഗർ എന്ത് പറയാ, കാണികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാ പറയുന്നത്. വില്ലേജ് ഫോക്ക് ദേ ആർ ഡം ടു നാരായൺ. എന്നിട്ട് എന്താ പറയുന്നേ, വില്ലേജിലെ ആൾക്കാരോ അവരൊക്കെ എന്താ ഊമകളല്ലേ. എന്നിട്ട് നാരായണനോട് എന്ത് പറയാ, ടൂറിസം മാൻ, ടൂറിസം മനുഷ്യ, ഇത് ടൂറിസം ആണ് എന്ന് പറയുന്നു. റൈസസ് ഫ്രം ദി ചെയർ, ടോക്സ് ഇൻ ആൻ എക്സൈറ്റഡ് വോയിസ്. കസേരയിൽ നിന്നും ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്. ദിസ് ഈസ് എ ലവ്ലി വില്ലേജ്. ഇതൊരു മനോഹരമായ ഗ്രാമമാണ്. റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി, ഒരു താഴ്വരയുടെ കൃത്യം നടുക്കാണ്. ദിസ് റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ് ഈസ് ദ ക്ലീനസ്റ്റ് ഐ ഹാവ് എവർ സീൻ. നിങ്ങളുടെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഈ നദിയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു നദി എന്ന് പറയുന്നത്. സ്വീപ്സ് ഹിസ് ഹാംസ് as he speaks. എന്താ, സംസാരിക്കുന്നതനുസരിച്ച് കൈകൾ ഇങ്ങനെ വീശിക്കൊണ്ട് സംസാരിക്കും. എന്താ, നാടകത്തിലൊക്കെ പറയില്ലേ, അവിടെ നോക്കൂ, ദാ ഇവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കൈകളാക്കില്ലേ, അതേപോലെ കൈകൾ ഇങ്ങനെ ഉയർത്തി അയാളുടെ സംഭാഷണ രീതിക്ക് അനുസരിച്ച് കൈകൾ കൊണ്ട് അദ്ദേഹം എന്ത് ആംഗ്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആൻഡ് up the Dharmagiri mountain such a gorgeous breathtaking view. അതുപോലെ തന്നെ എന്തുകൊണ്ട് ധർമ്മഗിരി മലയിൽ ഇത്ര സുന്ദരമായ അതിശയിപ്പിക്കുന്ന കാഴ്ചകളല്ലേ ഉള്ളത്? എന്തൊക്കെയാ ഉള്ളത്? ദി വാട്ടർഫോൾസ്, എന്താണ്, വെള്ളച്ചാട്ടങ്ങൾ. പിന്നെ ദ ട്രീസ്, മരങ്ങൾ. ദി വൈൽഡ് ലൈഫ്, എന്താണ്, കാട്ടിലെ ജീവികൾ. അതുപോലെ പലതരത്തിലുള്ളത് ഉണ്ടല്ലേ. മാർവലസ്, വളരെ മനോഹരമാണ്. സിംപ്ലി മാർവലസ്, തികച്ചും ആശ്ചര്യകരമായ ഒരു കാഴ്ചയാണ്. The plan is to build a 5-star hotel right there on the top of Dharmagiri overlooking your village. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ധർമ്മഗിരിയുടെ മുകളിലായിട്ട് ഒരു 5-നക്ഷത്ര ഹോട്ടൽ, 5-star ഹോട്ടൽ പണിയാനാണ്. അതിന്റെ എങ്ങോട്ടായിരിക്കും അതിൽ നോക്കുന്നത്? നിങ്ങളുടെ ഗ്രാമത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു 5-star ഹോട്ടലാണ് ഞങ്ങളുടെ ഉദ്ദേശം. പോയിന്റ് ടു ദ മൗണ്ടെയിൻ, ഫാന്റാസ്റ്റിക്, എന്താണ്, ആശ്ചര്യമാണ് അല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ നാരായൺ ഷോക്ഡ്, നാരായൺ എന്താ, ഒരു ഞെട്ടലാണ്. ദ ഓൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഈസ് ദ ടെമ്പിൾ ബിൽഡ് 300 years ago. പക്ഷേ ഞങ്ങൾ ഇവിടെ പണിഞ്ഞിട്ടുള്ള ഒരേ ഒരു കൺസ്ട്രക്ഷൻ, ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു അമ്പലമുണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ്, അത് മാത്രമാണ് ഇവിടെ പണിഞ്ഞിട്ടുള്ളത്. അപ്പൊ രാമണ്ണ എന്ത് പറയുന്നു? ദ മൗണ്ടൻ ഈസ് സേക്രഡ് ടു അസ്. The river which starts there flows down and sustains our crops, our lives. How can you build a hotel there? എന്താ ചോദിക്കുന്നത്? ഈ ഒരു മൗണ്ടെയിൻ, ഈ മല ഞങ്ങൾക്ക് എന്താണ്, സേക്രഡ് ആണ്, പുണ്യസ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ നിന്നും ഒഴുകുന്ന ദ റിവർ വിച്ച് സ്റ്റാർട്ട്സ് ദെയർ, അവിടെ നിന്നും ഒഴുകുന്ന പുഴയാണ്. സസ്റ്റെയിൻസ് അവർ ക്രോപ്സ്, ഞങ്ങളുടെ കൃഷിയെ നിലനിർത്തുന്നത്, ഞങ്ങളുടെ ജീവിതത്തെ നിലനിർത്തുന്നത് അത് തന്നെയാണ്. ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ ദെയർ? അപ്പൊ നിങ്ങൾക്ക് അവിടെ എങ്ങനെ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നു. അപ്പൊ നാരായണൻ എന്ത് പറയുന്നു? There is only a narrow winding path to the top. എന്താണ്, ഒരു ഇടുങ്ങിയ വളഞ്ഞു പൊളഞ്ഞ ഒരു വഴി മാത്രമാണ് അവിടേക്ക് കടന്നു പോകാനായിട്ടുള്ളത്. Your vehicles cannot go up. നിങ്ങളുടെ വാഹനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനൊന്നും സാധിക്കില്ല. And what will happen to the houses including mine
വിച്ച് ആർ അലോങ് ദി സ്ലോപ്പ്. അപ്പൊ എൻ്റെ ഉൾപ്പെടെയുള്ള വീടുകൾ ആ ഒരു ചരിവിലാണ് ഉള്ളത്. അപ്പൊ ആ വീടുകൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്നു. സാഗർ എന്ത് പറയുന്നു? there is nothing to worry. അതിൽ നിങ്ങൾ വിഷമിക്കാനായിട്ട് ഒന്നുമില്ല. I can tell you, ഞാൻ പറഞ്ഞു തരാം. The hotel is being built by Dikshit. Heard of him? The millionaire industrialist from Delhi. He has the okay from the government and my firm has clinched the deal for building it. Everything has been arranged. I have come to get the work started. ഇപ്പൊ എന്താ പറയുന്നത്? അതിൽ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. There is nothing to worry. പരിഭ്രമിക്കാൻ ഒന്നുമില്ല. I can tell you. അപ്പൊ ഞാൻ പറയട്ടെ, this hotel is being built by Dikshit. ദീക്ഷിത് ആണ് ഈ ഹോട്ടൽ നിർമ്മിക്കുന്നത്. Heard of him? അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടില്ലേ? The millionaire industrialist from Delhi. ഡൽഹിയിൽ നിന്നുമുള്ള കോടീശ്വരനായ വ്യവസായിയാണ് അദ്ദേഹം. ആരാ? ദീക്ഷിത്. അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടില്ലേ? He has the okay from the government. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഗവൺമെന്റിൽ നിന്നും അനുവാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. And my firm has clinched the deal for building it. അപ്പൊ എന്റെ കമ്പനിക്ക് അദ്ദേഹത്തിന്റെ അതുമായിട്ട് കരാറുണ്ട്. അദ്ദേഹവുമായിട്ട് കരാറുണ്ട്. എന്താ? ഞങ്ങളത് പണിയാനുള്ള കരാറിലൊക്കെ ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ്. എവറിത്തിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. എല്ലാം ശരിയാക്കിയിട്ടിരിക്കുക. ഇനി ഐ ഹാവ് കം ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. ഞാൻ എന്തിനാ വന്നേക്കുന്നത്? പണി തുടങ്ങാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാമണ്ണ അജിറ്റേറ്റഡ്. എന്താണ്? ഹരേ, no one in the village has been told about it. The villagers will not like it. I know they will not. അപ്പൊ എന്താ രാമണ്ണ പറയുന്നത്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്തായി പറയുന്നേ? ഈ ഗ്രാമത്തിലെ ആരും ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഗ്രാമീണർക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്നും എനിക്ക് അറിയാം. സാഗർ ഹോട്ട്ലി. ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്. ഇഗ്നോറൻസ് എന്താണ് പറയുന്നത്? ദേഷിച്ച്. വിവരക്കേട്. എന്താ? വളരെ വിവരക്കേടാണ്, ശുദ്ധ വിവരക്കേടാണ് സുഹൃത്തെ. ദ വില്ലേജ് വിൽ നോട്ട് ബി ഹാംഡ് ഇൻ എനി വേ. എന്താ? ഈ വില്ലേജ് ഒരു തരത്തിലും എന്താണ് അതിന് ഒന്നും സംഭവിക്കില്ല. കണ്ട്യൂസി, നിങ്ങൾക്ക് കണ്ടൂടെ? When we widen the road to go up the hill and make it a tar road, some houses will naturally be knocked down. എന്താണ്? ഞങ്ങൾ റോഡ് മലമുകളിലേക്ക് വീതി കൂട്ടി പണിയുന്ന സമയത്ത് എന്താക്കുക? ടാർ റോഡ് ആക്കുമ്പോൾ ചില വീടുകൾ സ്വാഭാവികമായിട്ടും ഇടിച്ചു പൊളിച്ച് കളയേണ്ടിയൊക്കെ വരുമായിരിക്കും. We will compensate handsomely. Don't you worry, man. It will be one of the best luxury hotels in the country. Tourists will pour into your village, especially rich ones. അപ്പൊ എന്താ പറയുന്നത്? കുറച്ച് വീടൊക്കെ പോവല്ലേ, പക്ഷേ ഞങ്ങൾ അതിന് എന്ത് തരും? നല്ല നഷ്ടപരിഹാരം തരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല നിങ്ങൾക്ക്. എന്താ കാര്യം? ഈ രാജ്യത്തിലെ ഏറ്റവും മികച്ച ആഡംബര ഹോട്ടലാണ് ഇവിടെ പണിയാൻ പോകുന്നത്. ആര് വരും? വിനോദസഞ്ചാരികൾ വരും. വെറും വിനോദസഞ്ചാരികളല്ല, ഏറ്റവും സമ്പന്നരായിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി വരുക. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തുവാ വേണ്ടുന്നേ? നാരായൺ ഡൗട്ട്ഫുള്ളി. നാരായൺ സംശയത്തോടു കൂടി എന്ത് ചോദിക്കുന്നു? വേർ ആർ ദ മെൻ ടു ബിൽഡ് യുവർ ഹോട്ടൽ? നിങ്ങളുടെ പണിക്കാരെവിടെ? നിങ്ങൾ ഹോട്ടലിൽ പണിയാൻ വന്നതല്ലേ, അപ്പൊ പണിക്കാരെവിടെ? വേർ ഇസ് ദ മെഷീനറി? അതിന്റെ പണി സാധനങ്ങളും യന്ത്രസാമഗ്രികളും ഒക്കെ എവിടെ എന്ന് ചോദിക്കുന്നു. സാഗർ ലാഫിംഗ്, ചിരിച്ചുകൊണ്ട് എന്ത് പറയുന്നേ? ഇറ്റ് ഈസ് ഓൾ അറേഞ്ച്ഡ് മാൻ. അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദീക്ഷിത് ഡസ് നോട്ട് വേസ്റ്റ് ടൈം. ദീക്ഷിത് എന്ത് ചെയ്യില്ല? ഒട്ടും സമയമൊന്നും കളയില്ല. ഹി ഹാസ് ഇൻഫ്ലുവൻസ്. അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരുപാട് സ്വാധീനമുണ്ട്. ഹി ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്, സ്നാപ്സ് ഹിസ് ഫിംഗേഴ്സ്. അദ്ദേഹത്തിന് എന്തറിയാം? കാര്യങ്ങൾ എങ്ങനെയാ നടത്തേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് വിരലിങ്ങനെ ഞൊടിക്കും. എന്താ? കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. Tomorrow lorries and trucks will arrive with cement, bricks, steel, marble and other things. അപ്പൊ നാളെ ആര് വരും? ലോറികളൊക്കെ വരും. എന്തൊക്കെ കൊണ്ടാ? ലോറികളും ട്രക്കുകളും ഒക്കെ നാളെ എത്തുക. എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്? സിമന്റ് കൊണ്ടുവരും, അതുപോലെ കട്ട പണിയാനുള്ള ഇഷ്ടിക കൊണ്ടുവരുന്നു, സ്റ്റീല്, മാർബിള്, മറ്റ് സാധന സാമഗ്രികളെല്ലാം അവരിഞ്ഞ് കൊണ്ടുവരും. വി ആർ ബ്രിങ്ങിങ് ദ ലേബറേഴ്സ്, ഓഫ് കോഴ്സ് a few hundred. ഞങ്ങൾ ആരെയും കൊണ്ടുവരും? ജോലിക്കാരെയും എത്തിക്കും. 100 കണക്കിന് ജോലിക്കാരും ഇവിടെ ഉണ്ടാകും. അപ്പൊ രാമണ്ണ എന്ത് ചോദിക്കുന്നു? ആ ഫ്യൂ ഹൺഡ്രഡ്, വേർ വിൽ ദേ സ്റ്റേ? 100 കണക്കിന് ആൾക്കാരോ? അപ്പൊ അവരൊക്കെ എവിടെ താമസിക്കും? സാഗർ, വി വിൽ പുട്ട് അപ്പ് ടെമ്പററി ഡ്വെല്ലിങ്സ് ഫോർ ദം അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ഹിൽ. യു നോ, സം ടെമ്പററി ഷാക്സ്, നോ പ്രോബ്ലം. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? മലയുടെ അടിവാരത്തിൽ അവർക്ക് താമസിക്കാൻ താൽക്കാലികമായിട്ടുള്ള വാസസ്ഥലമൊക്കെ ഞങ്ങൾ അങ്ങ് റെഡിയാക്കി കൊടുക്കും. എന്താ? താൽക്കാലിക കൂടാരങ്ങളെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? തൽക്കാലം താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അതൊക്കെയുള്ള, അത് വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ റെഡി ആയിക്കോളും എന്ന് പറയുന്നു. അപ്പൊ നാരായണൻ എന്ത് പറയുകയാണ്? യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? അപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചേരികൾ ഉണ്ടാക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സാഗർ എന്ത് പറയുന്നു? Shrugging, well, that is what they are used to, man. They live like rats, don't you know?
എന്താ പറയുന്നത്, തോളനക്കി പറയില്ലേ, വെൽ എന്താണ് അത് അവർക്ക് ശീലമല്ലേ, ഞങ്ങൾ അങ്ങനെ തന്നെയാ ചെയ്യുന്നത്, എലികളെ പോലെയൊക്കെ അവരങ്ങ് ജീവിച്ചോളും, ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ജോലിക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള താമസ സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അത് അവർക്കും ശീലമാണ്, ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അവർ എലികളെ പോലെ താമസിച്ചോളും എന്ന് പറയുന്നു. അപ്പൊ നാരായൺ അനോയിഡ്, നാരായണൻ എന്താ അസ്വസ്ഥത വരുന്നു, എന്താ പറയുന്നത്, മിസ്റ്റർ സാഗർ ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ ടു ബിൽഡ് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. മിസ്റ്റർ സാഗർ, ഞാൻ സ്ട്രോങ് ആയിട്ട് അതിനെ എതിർക്കുന്നു, എന്താണ് ധർമ്മഗിരിയിൽ ഒരു ഹോട്ടൽ പണിയുന്നതിനെ ഞാൻ എതിർക്കുകയാണ്. ഐ വിഷ് വി ദ വില്ലേജേഴ്സ് ഹാഡ് ബീൻ കൺസൾട്ടഡ് ഫസ്റ്റ്. എന്താണ്, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ജനങ്ങളെ ആയിരുന്നു, ഈ ഗ്രാമത്തിലെ ആൾക്കാരെ ആയിരുന്നു ആദ്യം കാണേണ്ടിരുന്നത്. മിസ്റ്റർ ദീക്ഷിത് ഷുഡ് ഹാവ് ആസ്ക്ഡ് us what we felt about it. മിസ്റ്റർ ദീക്ഷിത് ഞങ്ങളടുത്ത് വന്ന് ചോദിക്കണമായിരുന്നു, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് ചെയ്യണമായിരുന്നു. സാഗർ കണ്ടംച്വസ്ലി എന്ത് പറഞ്ഞു, വെറുപ്പോടുകൂടി എന്ത് പറയുക, ഡോണ്ട് മേക്ക് മീ ലവ് മാൻ, എന്നെ നിങ്ങൾ ചിരിപ്പിക്കില്ലേ മനുഷ്യ. മിസ്റ്റർ ദീക്ഷിത് ദ മൾട്ടി മില്യനെയർ ഓണർ ഓഫ് 2 dozen സിനിമ ഹൗസസ്, 5 luxury hotels, 3 drug companies and the biggest biscuit factory in India. Mr. Dixit, who owns 5 mansions on different parts of the world, you want him to consult you. എന്താ ചോദിക്കുന്നേ, മിസ് നിങ്ങൾ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ മനുഷ്യ, നമ്മളെ ആരെ പറ്റിയാ പറയുന്നേ, മിസ്റ്റർ ദീക്ഷിത്തോ, ആരായി മിസ്റ്റർ ദീക്ഷിത് എന്ന് പറഞ്ഞത്, 2 ഡസൻ സിനിമാ തിയേറ്ററുകളുള്ള ആള്, 5 ആഡംബര ഹോട്ടലുണ്ട്, 3 മരുന്ന് കമ്പനി, ഡ്രഗ് കമ്പനി എന്ന് പറയുന്നത് മരുന്നാണേ, 3 മരുന്ന് കമ്പനി, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് കമ്പനി. മിസ്റ്റർ ദീക്ഷിത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തുണ്ട്, അയാൾക്ക് 5 കൊട്ടാരങ്ങളുണ്ട്, അദ്ദേഹമാണോ ഇവിടെ വന്ന് നിങ്ങളെ കാണേണ്ടുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, കുറച്ചു നേരം നിർത്തിയിട്ട്, ലുക്ക് മാൻ, ഇറ്റ് ഈസ് ഹിസ് ഹണി, ദിസ് ഐഡിയ, ദിസ് എഫേർട്ട്. എന്താ, ഇത് അദ്ദേഹത്തിന്റെ ആശയമാണ്, ഇത് അദ്ദേഹത്തിന്റെ പണം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ്. യുവർ വില്ലേജേഴ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. നിങ്ങളുടെ വില്ലേജേഴ്സിന് ഇതിലൊന്നും ചെയ്യാനൊക്കില്ല. രാമണ്ണ റഫിൾഡ്. അപ്പൊ രാമണ്ണയ്ക്ക് ദേഷ്യം വരുന്നു, എന്ത് പറയുന്നത്, യു ഡോണ്ട് നോ അസ്, വി സർട്ടൻലി ഹാവ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്. നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയില്ല, ഞങ്ങൾക്കും ഇതിൽ പലതും ചെയ്യാൻ സാധിക്കും എന്ന് ആര് പറയുന്നു, രാമണ്ണ പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നെക്സ്റ്റ് ഇപ്പം തന്നെ അതാ ഷൂട്ട് ചെയ്യുകയാണ്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്, പക്ഷേ അടുത്ത വീഡിയോ ആയിട്ടേ അപ്ലോഡ് ചെയ്യുള്ളൂ. ഒരുപാട് വൈകില്ല, തൊട്ട് പിറകിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത് ഒരുപാട് കൂടുതലായിരിക്കും, അപ്ലോഡ് ചെയ്യാനും സമയമെടുക്കും, നിങ്ങൾക്ക് കാണാനും സമയമെടുക്കും. അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ടായിരിക്കും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അറിയാമല്ലോ, നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം നിങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന കുട്ടികൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എല്ലാം ഞാൻ എടുക്കുന്നതായിരിക്കും. വേറെ വിഷയം എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് സോഷ്യലും കൂടി ഞാൻ എടുത്തേനെ, തീരെ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെയ്തേനെ. അപ്പോൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയി ഇന്നലെ. അതിനും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ലൈവിൽ വരാൻ പറ്റാത്തവർ സാരമില്ല, വിഷമിക്കേണ്ട, ഇനി നമ്മൾ ഒരുപാട് ലൈവുകൾ ചെയ്യുന്നതായിരിക്കും, എല്ലാം മുന്നേ അറിയിക്കും. അപ്പോൾ ഇത്രയുമാണുള്ളത്. അപ്പം ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായാൽ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണം. ഡിസ്ലൈക്ക് ചെയ്താലും ഒരു വിരോധവുമില്ല, ഇഷ്ടമാവാത്തതുകൊണ്ടല്ലേ, അതൊന്നും ഒരു പ്രശ്നമില്ല. നല്ല ഭാഷയിൽ മാത്രമേ താഴെ കമൻറ്റ് ചെയ്യാവൂ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നല്ല മിടുക്കരായിട്ട് ഇത് പഠിക്കുക. അടുത്തത് അപ്ലോഡ് ചെയ്യുകയാണ്. ഓൾ ദി ബെസ്റ്റ്.